അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മാക്സ് ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സീക്വൻസ് ആട്ടോ ഇത്. കണ്ണു തുറന്ന ഉടനെ അവൾക്ക് കാഴ്ചകൾ കാണാൻ, പിന്നെ കേൾക്കാൻ, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് കേട്ട വിക്കി അത് ഒരുപാട് നാൾ നീ കോമയിൽ കിടന്നതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാക്സ് ലൂക്കാസിന്റെ അടുത്ത് പറയാണ്, ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ടായിരുന്നു, നീ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, അപ്പൊ ഞാൻ വെച്ച് തന്ന പാട്ട് കേട്ട് നിനക്ക് ബോറടിച്ചോ എന്ന് അവൻ ചോദിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല, അതൊക്കെ കേട്ട് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു, ശരിക്കും പാട്ടൊന്നും വേണ്ടിയിരുന്നില്ല, നീ എന്റെ കൂടെ ഉണ്ടാവുമ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തുമായിരുന്നു എന്ന് പറഞ്ഞ് അവര് ഹഗ് ചെയ്യുന്നുണ്ട്. ഹാപ്പി മൊമെന്റ് അല്ലേ. അപ്പോഴേക്കും എല്ലും ഹോപ്പറും മൈക്കും എല്ലാവരും അവിടേക്ക് വരികയാണ്. അന്നേരം റോബിൻ, ഞങ്ങളിപ്പോ ഇവിടെ ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം കാരൻ ആണ്, അവരാണ് രക്ഷപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹോളിയെ പറ്റിയിട്ട് മാക്സിന്റെ അടുത്ത് മൈക്ക് തിരക്കാണ്. ഞങ്ങള് രണ്ടുപേരും വെഗ്നയുടെ മൈൻഡിന്റെ അകത്ത് അകപ്പെട്ട് കിടക്കുകയായിരുന്നു, അവളിപ്പോ അവിടെ എവിടെയാണെന്ന് എനിക്കറിയില്ല, എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് മാത്രം മാക്സ് പറയുന്നുണ്ട്. ശരിക്കും ഹോളിക്ക് നേരത്തെ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അത് റിയൽ വേൾഡിലേക്കുള്ള പോർട്ടൽ അല്ല. ഈ വെഗ്ന അല്ലെങ്കിൽ ഹെൻറി അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളെ ആണ് പുള്ളിയുടെ മെമ്മറി വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പോർട്ടൽ കടന്നപ്പോൾ ഇവിടെ അൺകോൺഷ്യസ് ആയി നിന്നിരുന്ന നമ്മുടെ ഹോളിക്ക് അവളുടെ ബോഡിയിലേക്കുള്ള ആ ഒരു പാസ് കിട്ടുകയാണ്. അവൾക്ക് ഇവിടെ ബോധം വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേവില് സ്വബോധത്തോടെ നിൽക്കുമ്പോൾ അവിടെ വെഗ്നയെയും ഇവിടെ കാണുന്നുണ്ട്. വെഗ്നയിൽ നിന്നുള്ള വയറാണ് അവിടെയുള്ള കുട്ടികളുടെ മേലൊക്കെ ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇതും അപ്സൈഡ് ഡൗൺ അല്ല, വേറെ ഏതോ ഒരു വേൾഡ് ആണ്. നമ്മുടെ ഹോളി വെഗ്ന അവിടെ ഉണർന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജൊനാഥനും നാൻസിയും ആണെങ്കിൽ പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി ഒരു അൺപ്രപ്പോസൽ സീനായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോഴേക്ക് സ്റ്റീവ് ആ റൂമൊക്കെ തല്ലിപ്പൊളിച്ച് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഡസ്റ്റിൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചത്, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പിന്നെയും കണ്ടതില്. പിന്നീട് ഇവർ പറഞ്ഞു കൊടുക്കാണ്, അത് ശരിക്കും നീ പറഞ്ഞതുപോലൊരു ഷീൽഡ് അല്ല. അപ്പൊ നമ്മുടെ ഡസ്റ്റിൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ ബ്രണ്ണറിന്റെ ആ ഒരു ജേണൽ എടുത്ത് കാണിച്ചു കൊടുക്കാണ്. ഇതേ സമയം ഹോളി വെഗ്നയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് മറിഞ്ഞു കെട്ടി വീഴുവാണ്. അതേസമയം വെഗ്ന വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടൽ പോലത്തെ ഒരു സംഗതി അവൾ അവിടെ കാണുന്നത്. വെഗ്ന വരുന്നുണ്ട്, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും വെഗ്നെ പിടികൂടുന്നതിലും നല്ലത് അവള് ഇങ്ങോട്ട് ചാടുക എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആ പോർട്ടൽ ഒന്നുകൂടി വലുതാക്കിയിട്ട് അവള് നേരെ അപ്സൈഡ് ഡൗണിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. സോ അപ്സൈഡ് ഡൗണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവളിങ്ങനെ സ്കൈയിൽ നിന്ന് താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. ഒരു ലാൻഡ് അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം കൊണ്ട് അവളിങ്ങനെ താഴോട്ട് ഫ്ലൈ ചെയ്ത് വരുന്നത് മാത്രമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിന്റെ കൂടെ ഭയങ്കരമായിട്ട് സ്ക്രീമിംഗ് ഉണ്ട്. ഇതേ സമയത്ത് നമ്മുടെ മിസ്റ്റർ ക്ലാർക്ക് ഇപ്പൊ ഡസ്റ്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു ടെലിമെന്ററി ട്രാക്കർ ഒരു ഹീലിയം ബലൂണിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അന്നേരം മുറേ പറയുന്നുണ്ട്, എടോ കിഴങ്ങ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നടക്കും, ഒരുപാട് ഹൈറ്റിലേക്ക് പോകണ്ടേന്ന്. അത്രയും നേരം കയറിൽ കെട്ടിവെച്ചിരുന്ന ആ ഒരു ഹീലിയം പുള്ളി അങ്ങോട്ട് ഹീലിയം ബലൂൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ലൊക്കേഷനും കിട്ടുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വെഗ്നയെ പറ്റിയിട്ട് ആലോചിക്കുന്ന വില്ലിനെയാണ്. വില്ല് ഇപ്പോഴും ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ വീണ്ടും എന്നെ യൂസ് ചെയ്തല്ലോ എന്നൊക്കെ. അമ്മ അന്നേരം അവൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ പേടിക്കാതെ, പക്ഷെ അമ്മ ഞാൻ വീക്കാണ്. എല്ലാവരും ഇവിടെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും അവൻ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ വീക്കായി തോന്നിയത് കൊണ്ടല്ലേ, അവൻ എന്നെ എന്ത് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടല്ലേ. ശരിക്കും എന്നെ പോലുള്ള ആ വീക്കായിട്ടുള്ള ചിൽഡ്രൻസിനെ വെച്ച് അവൻ പുതിയൊരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അന്നത്തെ ആ ടണലൊക്കെ എന്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ അവൻ ഉണ്ടാക്കിയെടുത്തതെന്നെല്ലാം പറഞ്ഞ് വലിയ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോസ്പിറ്റലില് നമ്മുടെ മാക്സിന്റെ അവിടെയുള്ള എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും ഇവർക്ക് എന്തെങ്കിലും ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് എല്ലാം മാക്സിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലൂക്കാസിന് മുറേ ഒരു വയർലെസ് മെസ്സേജ് അയക്കുന്നത്, ഡസ്റ്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത്. കറക്റ്റ് സമയം വിക്കിയും എന്ന് പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ പിടിക്കാനായിട്ട് ഇവിടേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഉടനെ തന്നെ നമ്മുടെ മാക്സിനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം കാരൻ പറയുന്നുണ്ട്, ഞാനും വരുവാണെന്ന്. പക്ഷെ കാരന്റെ ഇപ്പോൾ സ്ഥിതി അത്ര നല്ലതല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. ഈ അപ്സൈഡ് ഡൗണിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾക്ക് അറിയാം അമ്മ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെല്ലാം മൈക്ക് പറഞ്ഞ് അവരെ കൺവിൻസ് ആക്കി അവരെ ഹോസ്പിറ്റലിൽ നിർത്തുകയാണ്. ശേഷം ഇവരിങ്ങോട്ട് വരുന്നുണ്ട്.
ലാബിന്റെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സാറിന്, മിസ്റ്റർ ക്ലർക്കിന് കാര്യങ്ങളൊക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും പുള്ളി ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു കാര്യങ്ങള്, അതായത് ഈ വേം ഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് റിയലായി വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പുള്ളി എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇവിടെ ഡസ്റ്റിന്റെ വയർലെസ് സന്ദേശത്തിൽ നിന്ന് ഹോളി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ബ്രേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇവർക്ക് കിട്ടുകയാണ്. ശേഷം ഇവര് ഈ ഒരു ലാബിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വലുപ്പമുള്ള അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോയി നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ 11ന്റെ ഈ ഒരു കഴിവ് കാണുമ്പോഴും നമ്മുടെ സാറ് മിസ്റ്റർ ക്ലർക്ക് ഇങ്ങനെയൊക്കെ ഈ പെണ്ണിന് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ റിയൽ വേൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പുള്ളി ആകെ മൊത്തം മണ്ടടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ആ ഒരു പോർട്ടല് തുറന്ന് അവര് അടിയിലോട്ട് പോയി നോക്കുകയാണ്. അന്നേരം മാക്സും ലൂക്കാസും മാത്രം മുകളിൽ തന്നെ റിയൽ വേൾഡിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. താഴെ പോയിട്ട് ഡസ്റ്റിനെയും നാൻസിയെയും സ്റ്റീവിനെയും ജൊനാത്തനെയും ഇവർ കാണുകയാണ്. പക്ഷെ ഹോളി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ ആകെ മൊത്തം സങ്കടത്തിലായി. ശേഷമുണ്ടായ അനുഭവം പറയാണ്, നമ്മുടെ ഹോളി വീണോണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സ്ക്രീമിംഗ് കേട്ട് ഈ ലാബിന്റെ അകത്തുണ്ടായിരുന്ന നാൻസിയും കൂട്ടരും പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ശരിക്കും ഒരു മിന്നായം പോലെ അവര് ഹോളിയെ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറിൽ അവളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. വേഗം വാ, എന്നെ രക്ഷപ്പെടുത്തുക എന്നെല്ലാം അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സഡൻലി എന്തോ ഒരു പവർ വന്ന് അവളെ വീണ്ടും മുകളിലേക്ക് സക്ക് ചെയ്ത് എടുത്തോണ്ട് പോയി. അത് വെഗ്ന ആയിരിക്കാനാണ് സാധ്യത. ഇപ്പൊ അവന്റെ അടുത്താണ് ഹോളി ഉള്ളത് എന്നുള്ളത് നമ്മുടെ നാൻസി കൺഫേം ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഭയങ്കര വിഷമത്തിലായി. ഇപ്പോ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഹോളീനെ വെഗ്ന പിടിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ്. ഇനി അവൾ ഉണരുന്നത് വെഗ്നയുടെ മൈൻഡിലായിരിക്കും. നീ അധികം ഇനി സഫർ ചെയ്യേണ്ടി വരില്ല, എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ തീർത്തു തരാമെന്ന് എന്തോ ഉദ്ദേശിച്ച പോലെ വെഗ്ന പറയുന്നുണ്ട്. ഇവിടെ ഡോക്ടർ കെ ആവട്ടെ ഇപ്പൊ അപ്സൈഡ് ഡൗണിലേക്ക് പോയിട്ടുള്ള സോൾജേഴ്സിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് അവിടെ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എന്ന്. ഇവിടെ വെച്ചാണ് ഡോക്ടർ കെയുടെ ഉദ്ദേശം നമുക്ക് റിവീൽ ആവുന്നത്. അതായത് ഈ ഇത്തരത്തിലെ ഒരു ലോകം തുറന്ന് അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ കൊണ്ട് റഷ്യക്കാരെ മുഴുവൻ തുരത്താൻ വേണ്ടി, അവരെ ഹണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് എല്ലിന് ഇത്തരത്തിലെ കുട്ടികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അന്വേഷിക്കുന്നത്. സോ ഇപ്പോഴാണ് നമ്മുടെ വില്ല് മാക്സിനെ നേരിട്ട് കാണുന്നത്. അവൻ മൊത്തം ഭയങ്കര ഹാപ്പി ആവാണ്. അല്ലെങ്കിൽ വില്ലിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചുകൂടെ നല്ല അടിപൊളിയാണല്ലേ. ഇപ്പൊ ഇവരുള്ളത് നമ്മുടെ സ്റ്റീവിന്റെയും റോബിന്റെയും ആ ഒരു റേഡിയോ സ്റ്റേഷനിലാണ്. പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ലൂക്കാസ് മാക്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവള് സഡൻ ആയിട്ട് ഹോളിക്ക് വേണ്ടി ഞാൻ ഇനി അവിടെ നിൽക്കേണ്ടതായിരുന്നു, ഞാൻ അവളെ ഒറ്റപ്പെടുത്തി വന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ടെസ്റ്റ് വന്ന് പറയാണ് അവൾ എവിടെയാണോ ഉള്ളതെന്ന് എനിക്കറിയാം, പക്ഷെ അവിടേക്ക് എത്തിപ്പെടേണ്ട വഴി എനിക്കറിയില്ല. ശേഷം അവന്റെ കണ്ടെത്തലുകളെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചത് ഈ അപ്സൈഡ് ഡൗൺ ഒരു വേൾഡ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു വേം ഹോളാണ്. അതായത് നമ്മുടെ വേൾഡും വേറൊരു വേൾഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ബ്രിഡ്ജ് മാത്രമാണ് ഈ ഒരു അപ്സൈഡ് ഡൗൺ. അതിനകത്ത് ഒരു എക്സോട്ടിക് മാറ്റർ ഉണ്ട്. ആ ഒരു മാറ്റർ കാരണമാണ് ശരിക്കും ആ ഒരു ബ്രിഡ്ജ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അത് ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഈ മറ്റൊരു വേൾഡിനെ അബീസ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ ഡെമോഗോഗൺസും മൈൻഡ് ഫ്ലെയറും വ്യക്തിയൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. അത് നമ്മുടെ 11 അന്ന് പോർട്ടൽ തുറന്ന കാര്യമൊക്കെ ഇവര് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു റിയൽ വേൾഡും നമ്മുടെ വേൾഡും തമ്മിൽ മിക്സ് ആക്കാനാണ് വെഗ്ന വിചാരിക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം നമ്മുടെ ഹോളി ആവട്ടെ അൺകോൺഷ്യസ് ആയിട്ടിപ്പോ നമ്മുടെ വെഗ്നയുടെ മെമ്മറിക്കകത്താണുള്ളത്. അന്നേരം അവിടേക്ക് ഓടിക്കൂടിയ കുട്ടികളുടെ അടുത്ത് വെഗ്ന അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഹെൻറി അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മാക്സ് എന്ന് പറയുന്ന ഒരു മന്ത്രവാദിനി, അവളാണ് നമ്മുടെ ഹോളിയെ പിടിച്ചോണ്ട് പോയത്. അവൾ ഇവൾക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ വേൾഡ് നശിപ്പിക്കാനും നിങ്ങളെ ഉപദ്രവിക്കാനും വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഹോളിക്ക് എത്ര പറഞ്ഞിട്ടത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ കുട്ടികളാണെങ്കിൽ ഹെൻറിയെ വിശ്വസിച്ചിരിക്കുകയാണ്. അവളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതേ സമയത്ത് ഈ ഒരു ലാബിനകത്തുള്ള ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത് അവിടുത്തെ സോൾജേഴ്സ് കാണുകയാണ്. അതിന്റെ അകത്ത് വേറെയുള്ള ആളുകൾക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വെഗ്നയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു അബീസ് എന്ന് പറയുന്ന വേൾഡും റിയൽ വേൾഡും ഹോക്കിൻസും തമ്മിൽ മെർജ് ചെയ്ത് ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ അധിപനായി നിൽക്കണം. സോ ആ ഒരു വേൾഡും നമ്മുടെ വേൾഡും തമ്മിലുള്ള കണക്ഷൻ ബ്രിഡ്ജ് ആയിട്ടുള്ള ഈ ഒരു അപ്സൈഡ് ഡൗൺ എങ്ങനെയെങ്കിലും തകർക്കണം. പക്ഷെ അതിന് ഈ വേൾഡ് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കിട്ടണം.
അവിടെ പോയിട്ട് അത് തകർക്കണം. പക്ഷെ അവിടേക്ക് പോവാൻ മാത്രം എയ്റോപ്ലെയിൻ ഒന്നും അത്ര വലിയ ഉയരത്തിൽ പറക്കില്ല. അന്നേരം സ്റ്റീവ് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കാണ്. വെക്ന എന്തായാലും ആ വേൾഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, മാക്സിമം അത് കൊണ്ടുവരട്ടെ. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ടവറിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ബോംബ് വെച്ച് നശിപ്പിക്കാന്ന് പറയാണ്. ഹോളി ഇപ്പോൾ എണീറ്റപ്പോൾ എല്ലാവരുടെ അടുത്തും എടാ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടികളൊക്കെ ഹെൻറി ഞങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞു, ശരിക്കും നീ പരിചയപ്പെട്ട ആ മാക്സ് അവള് ശരിക്കും ഒരു മന്ത്രവാദിനിയാണ്, അവള് നിന്നെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാ എന്നെല്ലാം പറയാണ്. ഡെറക്ക് പോലും ശരിക്കും നേരത്തെ ഹെൻറി അവനെ ഭീഷണിപ്പെടുത്തിയത് കാരണം ഹെൻറി പറയുന്നത് തന്നെയാണ് ശരി, നീ വിചാരിച്ചതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. ഇവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഹോളി ആവട്ടെ ഇവരെ എല്ലാം ഉപദ്രവിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ പിള്ളേരെ ഇവളെ പിന്നെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു അടിപിടിക്കിടയിൽ നമ്മുടെ ഹോളിയുടെ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതായത് ഹോളി ദ ഹീറോയിക് എന്ന് അവൾ പറയുന്ന ആ ഒരു ടോയ് ഉള്ള ചെയിൻ അതുവരെ പൊട്ടിപ്പോവുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആവട്ടെ ഇപ്പോൾ ഇവരിനി ഈ ഒരു വണ്ടിയും കൊണ്ട് വേണം അപ്സൈഡ് ഡൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുറയുടെ വണ്ടി അവിടെ മറിഞ്ഞു കിടന്നിരുന്നു. അതെല്ലാം തന്നെ പവർ ഉപയോഗിച്ച് നമ്മുടെ ലെവൻ വീണ്ടും റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഹോപ്പറിന് ഭയങ്കര വിഷമമാണ്, അത് കൂടാതെ ഭയങ്കര ടെൻഷനും ഉണ്ട്. ആ കാളി ഇനി എന്തെങ്കിലും ചെയ്ത് ലെവൻ എന്തെങ്കിലും അപകടം പറ്റുമെന്ന്, ലെവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാളിയെ ഞാൻ വച്ചേക്കില്ല എന്ന് ജോയ്സിന്റെ അടുത്ത് നമ്മുടെ ഹോപ്പർ പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ജോയ്സ് അവനെ സമാധാനിപ്പിക്കുകയാണ്. വില്ലും മാക്സും കൂടി സംസാരിക്കുന്നുണ്ട് വേം ഹോളിനെ പറ്റിയിട്ട്. അന്നേരം നീ ഇത്രയും നാൾ എങ്ങനെയാണ് അവന്റെ കണ്ണിപ്പെടാതെ ഒളിച്ചിരുന്നേ എന്ന് വില്ല് ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹെൻറി ഒരു മനുഷ്യനല്ലേ, അപ്പൊ അവനും പേടിയും കാര്യങ്ങളും കാണും. അവന് ഭയങ്കര പേടിയുള്ളൊരു സ്വപ്നമുണ്ട്, ഒരു മെമ്മറി ഉണ്ടായിരുന്നു, ഒരു ഗുഹ, അവിടെയായിരുന്നു ഞാൻ ഒളിച്ചിരുന്നതെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഫുൾ തയ്യാറെടുപ്പുകളാണ്. ഇന്നേരം നമ്മുടെ സ്റ്റീവ് ഒരു തോക്കെടുത്തിട്ട് വരുമ്പോൾ നാൻസി പറയുന്നുണ്ട് ഇത് നിനക്ക് പറ്റിയ പണിയല്ല, അത് എനിക്ക് പറ്റിയതാണ്. അന്നേരം ഡസ്റ്റിൻ നമുക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് ഒരു ആയുധപ്പുരയിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അന്നേരം സ്റ്റീവ് പറയുന്നുണ്ട് നീയും എഡ്ഡിയും കൂട്ടാണ്, എഡ്ഡി ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താനാണ്, പക്ഷെ എന്നാൽ ആ സമയത്ത് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മിസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. അന്നേരം ഡസ്റ്റിനും എനിക്കും നിന്നെ മിസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ, യു ഡൈ ഐ ഡൈ, അതും പറയുന്നുണ്ട്. ഇന്നേരത്ത് നമ്മുടെ എറിക്കയും സാറും ആണെങ്കിൽ ആ ഒരു ലാബിലേക്കുള്ള ലാബിലേക്കുള്ള ഗേറ്റ്സ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. ഇവിടെ ആവട്ടെ നമ്മുടെ കാളിയും ഇപ്പോൾ ലെവന്റെ കൂടെ ഒന്നിച്ച് അവർക്ക് ആ ഒരു ഫോക്കസ് ചെയ്ത് വെക്നയെ നേരിടാം എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒന്നിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അന്നേരം നമ്മുടെ കാളി 11 അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, ആ അപ്സൈഡ് ഡൗൺ തകർത്താൽ മാത്രം പോരാ, നമ്മളെ യൂസ് ചെയ്ത് വീണ്ടും ഇത് തുറക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് അപ്സൈഡ് ഡൗണിന്റെ കൂടെ നമ്മളും ഇല്ലാതാവണം, എങ്കിൽ മാത്രമാണ് ഈ വേൾഡിന് നല്ലൊരു ഭാവിയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് 11 ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതൊന്നും പുറത്ത് കാണിക്കാതെ അവളും തയ്യാറെടുപ്പുകളിലേക്കൊക്കെ തന്നെ ഇതാവുന്നുണ്ട്. അന്നേരം വില്ല് നമ്മുടെ ജോയ്സിനെ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അന്ന് വെക്ന എന്നെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുഡ് മെമ്മറീസിനെ പറ്റി ആലോചിച്ചു, പക്ഷെ അപ്പോഴാണ് വെക്നയ്ക്ക് എൻ്റെ തോട്ട്സും എൻ്റെ സീക്രട്സും എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞത്. സോ അവൻ എനിക്കൊരു ഫ്യൂച്ചർ കാണിച്ചു തന്നു, എൻ്റെ സീക്രട്ട് ആണത്, അതിനെപ്പറ്റി പുറത്തറിഞ്ഞാൽ എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ഒരു കാര്യം കേൾക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വില്ല് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ജോയ്സിന്റെ അടുത്താ പറയാൻ വന്നത്, പിന്നീട് അവന് തോന്നി എല്ലാവരും അറിയണമെന്ന്. ശരിക്കും എൻ്റെ ഫ്രണ്ട്സിന്റെ പോലെ തന്നെയാണ് ഞാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലുള്ള ഗെയിംസ് ഇഷ്ടമാണ്, ഒരേപോലുള്ള ഫുഡ് ഇഷ്ടമാണ്, ഒരേപോലുള്ള ആക്ടേഴ്സിന് ഇഷ്ടമാണ്, എല്ലാം ഒരേപോലെയാണ്. പക്ഷേ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരാളെ ക്രഷും ഉണ്ട്, അത് പക്ഷെ ഒരു പെണ്ണല്ല, ഒരു ബോയ് ആണ്. അന്നേരം മൈക്കിനത് ചെറുതായിട്ട് ക്ലിക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അവസാനം ഞാൻ ഒറ്റയ്ക്കാവുന്ന പോലെ ഒരു ഫ്യൂച്ചർ എനിക്ക് വെക്ന കാണിച്ചു തന്നു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് വെക്നയ്ക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ്. അന്നേരം ഇവരെല്ലാവരും പറയാണ്, ഏയ് നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്. അങ്ങനെ അവർ ഹഗ് ചെയ്യാണ്. ശരിക്കും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് കൂടാതെ ഇവൻ ഗേ ആണെന്നുള്ളത് ശരിക്കും ഒഫീഷ്യലി റിവീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മുടെ വില്ലി പറയുന്നുണ്ട് ലെവന്റെ അടുത്ത്, ഞാനും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നിനക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഇനിയാണ് ആക്ഷൻ ടൈം. നമ്മുടെ കെയുടെ ലാബിലേക്ക് ഇപ്പോൾ മുറേ
കയറി പോവാണ് വണ്ടി എടുത്തിട്ട്. കറക്റ്റ് സമയത്ത് സാർ ആ ഒരു ലോക്ക് ഇപ്പോൾ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോക്ക് തുറന്ന് ഇപ്പൊ വണ്ടി എടുത്ത് അകത്തോട്ട് പോകുമ്പോൾ ഹോപ്പർ അവിടെ ഒളിഞ്ഞിരുന്നിരുന്നു. സോൾജേഴ്സിനൊക്കെ വെടിവെക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ നാൻസി ഉണ്ട്. അകത്ത് കയറിയ ഉടനെ തന്നെ നമ്മുടെ നാൻസി അവിടെ ചുറ്റുമുള്ളവരെയൊക്കെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി അകത്തോട്ട് കയറി ആ ഒരു വലിയ അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടൽ വഴി പോകുമ്പോൾ ഇവിടെ ഒരു കിടിലൻ സീനുണ്ട്. നമ്മുടെ ലെവനും കെയും കൂടെ നേരിട്ട് കാണുന്ന ഒരു സീന്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു വണ്ടിയിൽ കയറി ഈ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇവന്റാണ് നമ്മുടെ അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഫൈനൽ എപ്പിസോഡ് മാത്രം, ഒരു ഫൈനൽ ബ്ലാസ്റ്റേ ഉള്ളൂ. സോ നമ്മുടെ ടീം എല്ലാവരും ഇപ്പൊ അപ്സൈഡ് ഡൗണില് വെക്നയെ നേരിടാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത സീനില്, ഈ ഒരു സീനിലല്ല എൻ്റെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഹെൻറിനെയാണ്. ഹെൻറി ഒരു ടേബിളിൽ നിറയെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ച് ഒരു വട്ടമേശ സമ്മേളനം പോലെ കുട്ടികളെ എല്ലാവരെയും ചുറ്റിലും ഇരുത്തിയിട്ട് നമ്മൾ ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൈ ഹോൾഡ് ചെയ്യാണ്. ഉടനെ തന്നെ അവരൊക്കെ തന്നെ വെക്നയുടെ കൺട്രോളിലാവുന്നത് പോലെ, നമ്മുടെ വില്ലിന് സംഭവിക്കുന്നത് പോലെ കാണുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ സീസൺ 5 വോളിയം 2 എൻഡ് ചെയ്യുന്നത്. സോ വെക്നയുടെ പ്ലാൻ എന്താണ്, ആ ഒരു കുട്ടികളെയും കൂടെ യൂസ് ചെയ്തിട്ട് ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. ഇനി ഒരു ഫൈനൽ ബ്ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോക്കിടയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയാം. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിലും കമന്റ്സ് ആയിട്ട് പറയാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.